നമസ്കാരം. പോണ്ടിച്ചേരിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോകാനൊരുങ്ങിയ കുടുംബം ബംഗളൂരുവിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ. സോഫ്റ്റ്വെയർ കൺസൾട്ടന്റായ അനൂപ് കുമാർ, ഭാര്യ രാഗി, മക്കളായ അനുപ്രിയ, പ്രിയാൻഷ് എന്നിവരുടെ മരണം ആത്മഹത്യയെന്നാണ് സൂചന. യുപിയിലെ പ്രയാഗ്രാജ് സ്വദേശികളായ ഇവർ അനൂപ് കുമാറിന്റെ ജോലി ആവശ്യത്തിനായി ബംഗളൂരുവിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. RV2 സ്റ്റേജ് പ്രദേശത്തെ വീട്ടിൽ കുട്ടികൾക്ക് വിഷം കൊടുത്ത് കൊന്ന ശേഷം ദമ്പതികൾ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ വീട്ടുജോലിയിൽ സഹായിയായ സ്ത്രീ വീട്ടിലെത്തി പലവട്ടം വിളിച്ചെങ്കിലും പ്രതികരണമില്ലാതെ വന്നതോടെ അയൽക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി വാതിൽ തകർത്ത് വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ദമ്പതികളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. തലേന്നും ദമ്പതികൾ സന്തുഷ്ടരായിരുന്നുവെന്നും പോണ്ടിച്ചേരിയിലേക്ക് പോകാൻ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്തിരുന്നുവെന്നും വീട്ടുജോലിക്കാരി പറഞ്ഞു. 3 പേരെയാണ് ദമ്പതികൾ ജോലിക്കായി നിർത്തിയിരുന്നത്. 2 പേർ പാചകത്തിനായും ഒരാളെ കുട്ടികളെ നോക്കാനും. മൂവർക്കും 15,000 രൂപ വീതം ശമ്പളം നൽകി വന്നിരുന്നു. മൂത്ത കുട്ടിയായ അനുപ്രിയ ഭിന്നശേഷിക്കാരിയായിരുന്നു. ഇത് മാതാപിതാക്കളെ മാനസികമായി തളർത്തിയിരുന്നു. ഇതുമൂലം കടുത്ത സമ്മർദ്ദത്തിലാണ് കുടുംബം കഴിഞ്ഞതെന്നും പറയുന്നു. സംഭവ സ്ഥലത്തു നിന്നും ആത്മഹത്യാ കുറിപ്പുകളൊന്നും നിലവിൽ കണ്ടെടുത്തിട്ടില്ല. സംഭവത്തിൽ സദാശിവനഗർ പോലീസ് അന്വേഷണം തുടരുകയാണ്.